എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഈ സോഷ്യൽ മീഡിയ തുറന്നാലും യൂട്യൂബ് തുറന്നാലും നമ്മുടെ എന്താ പറയുക പേപ്പർ തുറന്നാലും ടി വി തുറന്നാലും ഒക്കെ നമ്മൾ കേൾക്കുന്ന ഒരു ന്യൂസാണ് ആത്മഹത്യ ആത്മഹത്യ ആത്മഹത്യ. ഒന്നെങ്കിൽ കൂട്ടാത്മഹത്യ, അല്ലെങ്കിൽ ഗൃഹനാഥൻ മക്കളെ കൊന്ന് ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ മാതാവ് മക്കളെ കൊന്ന് ആത്മഹത്യ ചെയ്തു എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ എപ്പോഴും കേൾക്കാറുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് സത്യത്തിൽ നമ്മൾക്കിതൊക്കെ കേൾക്കുമ്പോൾ ആകെപ്പാട് നമ്മളങ്ങ് ടെൻഷനാവുകയാണ്. ചില കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ അയ്യോ ഇതെന്തൊരു നിസ്സാര കാര്യമാണ്, ഇതിന് ഇന്ന സൊല്യൂഷൻ ഉണ്ടല്ലോ, എന്തുകൊണ്ടാണ് അവരതൊന്നും ചിന്തിക്കാത്തതെന്നൊക്കെ നമ്മൾ ആലോചിക്കാറുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു നിമിഷത്തെ ഒരു വിവേകമില്ലാത്ത തീരുമാനം അവരെ കൊണ്ട് എത്തിക്കുന്നത് അവരുടെ ജീവിതം എന്നേക്കുമായി തകർക്കുന്ന ഒരു നിലയിലേക്കായിരിക്കും. ആ ഒരു മാനസിക അവസ്ഥയിലേക്ക് അവരെ എത്തുന്നതിന് മുൻപേ അവരെ ഒന്ന് കൈപിടിച്ച് ഒന്ന് കൂട്ടിക്കൊണ്ട് വരാൻ ആരും ഉണ്ടാകത്തില്ല. പലപ്പോഴും ഇവരൊക്കെ ആത്മഹത്യ ചെയ്ത് ജീവിതം അവസാനിപ്പിച്ച് കഴിഞ്ഞു കഴിയുമ്പോഴായിരിക്കും നമ്മളൊക്കെ അയ്യോ എല്ലാവരും അറിയുന്നത്, അവരുടെ ചുറ്റുമുള്ളവർ പോലും അറിയുന്നത്. ഇതിൻ്റെ മെയിൻ കാരണം എന്നാന്ന് വെച്ചാൽ ഈ സമ്മർദ്ദം നമ്മൾ തന്നെ താങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുഞ്ഞു മക്കളോട് ചോദിച്ചാൽ അവർ പറയും അവർ ഭയങ്കര സമ്മർദ്ദത്തിലാണ്. കാരണം ഈ പേരൻസ് അവരെ ഇങ്ങനെ സമ്മർദ്ദത്തിലാക്കുകയാണ്. ആ കുട്ടി പഠിക്കുന്ന കണ്ടില്ലേ, ഈ കുട്ടിക്ക് ഇത്ര മാർക്കുണ്ട്, ആ കുട്ടിക്ക് ഫുൾ എ പ്ലസ് ഉണ്ട്, അതുകൊണ്ട് നീ എന്താ ഇങ്ങനെ, നീ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെ നമ്മൾ എന്ത് ചെയ്യും, മാനസിക സമ്മർദ്ദത്തിലാക്കി കളയും. അതുപോലെ ജോലി മേഖലകളിലും ഒത്തിരി മാനസിക സമ്മർദ്ദങ്ങളുണ്ട്. ടീം ലീഡറുടെ വക, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ഹയർ ഓഫീസേഴ്സിൻ്റെ വകയൊക്കെ ഒത്തിരി സമ്മർദ്ദങ്ങൾ അനുഭവിക്കാറുണ്ട്. അപ്പം ഇതിനൊക്കെ ഒത്തിരി നമ്മൾ വില കൊടുക്കാറുണ്ട്. ചിലർ ഇതൊന്നും താങ്ങാൻ കഴിയാതെയാണ് ആത്മഹത്യ ചെയ്യുന്നത്, അല്ലെങ്കിൽ കടഭാരം, അങ്ങനെ കുടുംബ പ്രശ്നങ്ങൾ, എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഇവരെ അലട്ടുന്നുണ്ടാകും. എന്തെങ്കിലും ഒരു റീസൺ ഇല്ലാതെ, അതായത് വിത്തൗട്ട് റീസൺ ഇവർ ആത്മഹത്യ ചെയ്യത്തില്ല. എന്തെങ്കിലും ഒരു റീസൺ ഉണ്ട് ഇതിൻ്റെ പിന്നിൽ. ബട്ട് ഇതിൻ്റെ എല്ലാം പിന്നിൽ കിടക്കുന്ന ഒരു കാര്യം, ഈ സമ്മർദ്ദം പലപ്പോഴും നമ്മൾ തന്നെയാണ് നമ്മുടെ തലയിൽ കൊണ്ടുവന്ന് വയ്ക്കാറുള്ളത്. കാരണം നമ്മളെപ്പോഴും ഈ സമൂഹത്തെ നോക്കും, അവരെന്ത് ചെയ്യുന്നു, ഇവരെന്ത് ചെയ്യുന്നു, ഇവരെന്ത് പറയും എന്നുള്ള ഒരു വലിയ ചിന്ത നമ്മളിങ്ങനെ മാനസിക സമ്മർദ്ദത്തിലാക്കി കളയുകയാണ്. ഞാൻ പറയുകയാണ് സിമ്പിളായിട്ട്, അവരെന്ത് പറഞ്ഞാലും ഇവരെന്ത് പറഞ്ഞാലും ഞാനായിട്ട് ജീവിക്കാൻ തീരുമാനമെടുത്താൽ ഒരു പരിധിവരെ സമ്മർദ്ദങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കുവാനായിട്ട് കഴിയും. പക്ഷേ കുഞ്ഞുമക്കളുടെ കാര്യത്തിൽ പേരൻസാണ് തീരുമാനമെടുക്കേണ്ടത്. അവരെ ഒത്തിരി സമ്മർദ്ദം കൊടുക്കാതെ, എല്ലാ പിള്ളേർക്കും ഒരേ ബുദ്ധി ആയിരിക്കണമെന്നില്ല അല്ലേ. അപ്പം അതുകൊണ്ട് അവരെ സമ്മർദ്ദത്തിൽ കൊടുക്കാതെ അവരെ ഒന്ന് കരകയറ്റിക്കൊണ്ട് വരുവാൻ പേരൻസ് മുൻകൈ എടുക്കണം. മുതിർന്നവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൻ്റെ താക്കോല് നമ്മുടെ കയ്യിൽ തന്നെ ആയിരിക്കണം. അപ്പം നമ്മൾ തന്നെയാണ് തീരുമാനം എടുക്കേണ്ടത്. നമ്മുടെ ജീവിതം ഇവിടെ വെച്ച് തീരണോ അതെയോ ഇനിയും അത് മുൻപോട്ട് കൊണ്ടുപോകണോ എന്നുള്ള തീരുമാനം എടുക്കേണ്ടവർ നമ്മൾ തന്നെയാണ്. പലപ്പോഴും നമ്മൾക്കതിനെ ചിന്തിക്കുവാൻ കഴിയാതെ വരുന്നതിൻ്റെ കാരണം നമ്മളെപ്പോഴും മറ്റുള്ളവരെ നോക്കി ജീവിക്കുന്നത് കൊണ്ടാണ്. മറ്റുള്ളവരെ നോക്കി ജീവിക്കേണ്ട കാര്യമില്ല. കാരണം അവരല്ല നമ്മൾക്ക് ചെലവിന് തരുന്നത്. നമ്മളൊരു രോഗം വന്നാൽ ഒരു ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് വേണം നമ്മൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട്. ഈ അടുത്തുള്ളവരോ അല്ലെങ്കിൽ വേറെ ആൾക്കാരെ സഹായിക്കുന്നവരുണ്ടാകാം, ബട്ട് ഭൂരിഭാഗവും ആരെയും സഹായിക്കുന്നവരല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെയാണ് നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതെന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടായാൽ ഇങ്ങനെയുള്ളൊരു ബാലിഷ്യ തീരുമാനങ്ങളൊന്നും നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ എടുക്കേണ്ടി വരത്തില്ല. നമുക്കറിയാം, അടുത്ത വീട്ടുകാർ അല്ലെങ്കിൽ ചുറ്റുവട്ടത്തുള്ളവർ എങ്ങനെയും ആയിക്കോട്ടെ, നമ്മൾ നമ്മുടെ കാര്യം നോക്കി ജീവിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ വരത്തില്ല അല്ലേ. നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുക എന്നുള്ളത് വേറൊരു കാര്യം. എന്നാൽ നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ അനങ്ങാതിരിക്കുക, നമ്മുടെ കാര്യം നോക്കുക, ജീവിക്കുക. എൻ്റെ കയ്യിൽ 500 രൂപയുള്ളെങ്കിൽ ഞാൻ 500 രൂപ കൊണ്ട് ജീവിക്കുവാൻ പഠിക്കണം. അടുത്ത വീട്ടുകാരൻ 1,00,000 രൂപ കൊണ്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ട് ഞാൻ എന്താ പറയുക അവനെ പോലെ ആകാൻ ഞാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ കയ്യിലുള്ള 500 രൂപ കൊണ്ട് ജീവിക്കുവാൻ പഠിക്കണം. അപ്പം ഇനി കടഭാരങ്ങൾ, എന്ത് കടഭാരങ്ങൾ വന്നാലും അതിനൊരു അപ്പുറം ഒരു കാര്യമുണ്ടെന്ന് നോക്കണം. ഇനി ലോണാണ് വിഷയം, വീടിൻ്റെ ലോണാണ് വിഷയം, പോട്ടെ എന്തെങ്കിലും ആവട്ടെ, നമുക്ക് ജീവനാണല്ലോ വലുത്. വീട് ഇനിയും ഉണ്ടാക്കാം, ആ വീടങ്ങ് വിൽക്ക്, എന്നിട്ട് ഇതിൻ്റെ ഈ ലോൺ അങ്ങ് തീർക്കുക. ഇനി കാറിൻ്റെ ലോണാണ് വിഷയം, ആ കാറങ്ങ് വിൽക്ക്, എന്നിട്ട് നമുക്ക് പിന്നെ മേടിക്കാൻ പറ്റുമല്ലോ. ലോകം ഇവിടം കൊണ്ട് തീരുന്നില്ല, നമ്മളും ഇവിടം കൊണ്ട് തീരുന്നില്ല, നമുക്കിനി മേടിക്കുവാനുള്ള സമയങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെ അങ്ങ് തീരുമാനിക്കുക. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാതെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എപ്പോഴും അങ്ങ് മറ്റുള്ളവരുടെ മുൻപിൽ അവരെന്ത് പറയും, അയ്യോ നമ്മൾ അവരുടെ മുൻപിൽ നമ്മൾ ഇത് വിറ്റ് കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും, ഈ കാറും ഒന്നുമില്ലാതെ ജീവിച്ച ഒരു കാലവും നമുക്കുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ തീരാവുന്ന വിഷയങ്ങളേ ഉള്ളൂ. അതുപോലെ ഈ കുടുംബ വഴക്കുകൾ, അതൊക്കെ ഒന്ന് സംസാരിച്ചാൽ തീരാവുന്ന വിഷയങ്ങളേ ഉള്ളൂ. ഇനി അത് തീരുന്നില്ല എങ്കിൽ നമുക്ക് നിയമപരമായി അതിൻ്റെ വഴിക്ക് നീങ്ങി നമുക്ക് സന്തോഷപരമായിട്ട് പിരിയാം. അതല്ലെങ്കിൽ നമ്മുടെ വീടുകളിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. പെണ്ണുങ്ങളാണെങ്കിൽ ആണുങ്ങൾക്കാണെങ്കിൽ നമുക്ക് ഈ ബന്ധം ഇവിടെ വെച്ച് അവസാനിപ്പിച്ച് നല്ല രീതിയിൽ കൈ കൊടുത്ത് പിരിയാം. അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. എന്ന് വെച്ചാൽ ഏത് വിഷയത്തിനും ഒരു സൊല്യൂഷൻ ഇപ്പറയുണ്ട്. അത് പലപ്പോഴും കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കാതെ വരുമ്പോഴാണ് നമ്മൾ ഈ ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്നത്. ഈ ആത്മഹത്യ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നല്ല കാര്യമല്ല അല്ലേ. ചിലപ്പോൾ അപ്പനും അമ്മയും മാത്രമായിരിക്കും പോകുന്നത്. ആ കുഞ്ഞുങ്ങൾ എന്ത് വില കൊടുത്ത് അവരെപ്പോഴും എന്താ പറയുക, അപ്പനും അമ്മയും ആത്മഹത്യ ചെയ്ത് അവരുടെ മക്കൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു മോശം
ഒരു പേര് അവർ കേൾക്കും. അപ്പം അങ്ങനെയൊന്നും വരുത്താതെ നമ്മൾക്ക് നമ്മളെ നോക്കി ജീവിക്കാൻ, മറ്റുള്ളവരുടെ ചെലവിലല്ല ഞാൻ ജീവിക്കുന്നതെന്നുള്ള ഒരൊറ്റ ബോധ്യത്തോടെ ജീവിക്കുവാൻ നമ്മൾക്ക് കഴിഞ്ഞാൽ ഈ ആത്മഹത്യ എന്ന് പറയുന്നതിനെയൊക്കെ നമുക്ക് മാറ്റി നിർത്തുവാനായിട്ട് കഴിയും. ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി, മറ്റുള്ളവരല്ല നമുക്ക് ചെലവിന് തരുന്നത്. നമ്മുടെ ചെലവിനുള്ളത് നമ്മൾ കണ്ടെത്തണം, നമ്മൾ ജോലി ചെയ്യണം. മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റ് അനുസരിച്ചല്ല നമ്മൾ ജീവിക്കേണ്ടത്. അവർ പലതും പറയും, നമ്മളെ നമ്മൾക്കറിയാം, അല്ലെങ്കിൽ നമ്മളുടെ പ്രിയപ്പെട്ടവർക്കറിയാം. ഇനി ആരും അറിഞ്ഞില്ലെങ്കിലും നമുക്ക് നമ്മുടെ മനസ്സാക്ഷിയുടെ മുൻപിൽ നമ്മൾക്ക് നന്നായിട്ട് ജീവിക്കുവാൻ പറ്റുന്നുണ്ടെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകാൻ നമ്മൾക്ക് കഴിയുമല്ലോ. ആത്മഹത്യ എന്ന് പറയുന്ന ഒരു എന്താ പറയുക, അത് ആരും തിരഞ്ഞെടുക്കരുത്. കാരണം അത് ഒറ്റ നേരത്തെ ഒരു ബാലിഷ്യമായ തീരുമാനമാണ്. അതിന് നമ്മൾ കീഴടങ്ങരുത്. വില കൊടുക്കേണ്ടി വരുന്നത് നമ്മുടെ ഓൾ ലൈഫ്, നമ്മളുടെ ജീവിതം ഫുൾ അവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. അങ്ങനെ തീരുമാനം എടുക്കരുത്. പാവം കുഞ്ഞു കുട്ടികളെ കൊന്നിട്ടൊക്കെ ഒത്തിരി പേര് ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ആ കുഞ്ഞുങ്ങളൊക്കെ എന്ത് വിളിച്ചു ഒന്ന് ആലോചിച്ച് നോക്കി. അവരെയൊക്കെ നമ്മൾ ശരിക്കും ക്രൂരമായിട്ടാണ് അതുങ്ങളെ നമ്മൾ മരണത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മൾക്ക് ജീവിക്കുവാൻ, ഈ ലോകത്ത് ജീവിക്കുവാൻ നമ്മൾക്ക് അവകാശമുണ്ടെന്ന് തിരിച്ചറിയുക. ഈ ലോകം നമ്മുടേതും കൂടിയാണ്, നമ്മൾക്കും കൂടെ ജീവിക്കുവാൻ അവകാശമുള്ളതാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കൊക്കെ മുന്നോട്ട് പോകുവാനായിട്ട് കഴിയും. വേറൊരാളെ നോക്കാതിരിക്കുക, നമ്മളിലേക്ക് തന്നെ നോക്കുക, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് തന്നെ നോക്കുക. ഏത് വിധത്തിലും നമ്മൾക്ക് ജീവിക്കണം എന്നുള്ളൊരു ചിന്ത വളർത്തിയെടുക്കുക. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയും ഇങ്ങനത്തെ ഒരുപാട് ന്യൂസുകളൊക്കെ നമ്മൾക്ക് കേൾക്കാതെ ഇരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒപ്പം നമുക്ക് മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് നോക്കുവാനുള്ള ഒരു നോക്കുക എന്ന് വെച്ചാൽ നല്ല രീതിയിൽ അവരെ സഹായിക്കാനോ, അല്ലെങ്കിൽ അവരുടെ വിഷമങ്ങളൊന്ന് കേൾക്കുവാനോ, അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ഒന്ന് അറിയുവാനൊക്കെയുള്ളൊരു ഒരു അന്വേഷണം നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.